ഹലോ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് സാരി ബ്ലൗസിൻ്റെ ഇറക്കം എങ്ങനെ കൂട്ടിയെടുക്കുക എന്നുള്ളതാണ് കാണിക്കുന്നത്. നമ്മുടെ പ്രിയപ്പെട്ട പല ബ്ലൗസുകളും ഇറക്കം കുറഞ്ഞു പോയിട്ട് ഇടാൻ പറ്റാതെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെല്ലാം പരിഹാരമുണ്ട്. നമുക്ക് ബ്ലൗസിൻ്റെ ഇറക്കം കൂട്ടിയെടുക്കാം. ഏറ്റവും ഈസി ആയിട്ടുള്ളൊരു വഴിയാണ് പറയുന്നത്. ഇനി തയ്യൽ ഒട്ടും അറിയാത്തവർക്ക് അതിലും ഈസി ആയിട്ടൊരു മെത്തേഡും ഈ വീഡിയോയിൽ തന്നെ കാണിക്കുന്നുണ്ട്. ഇത് സാരിയുടെ വിത്ത് ബ്ലൗസാണ്. ലൈനിങ് ഇട്ട് വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ബാക്കിൽ കൊടുക്കുന്ന പട്ട ഇതിലില്ല. ലൈനിങ് കൊണ്ട് തച്ച് തിരിച്ചിട്ടേക്കാണ്. എന്തൊക്കെയായാലും നമുക്ക് ബ്ലൗസിൻ്റെ ഇറക്കം കൂട്ടാൻ പറ്റും. എത്ര വേണമെങ്കിലും കൂട്ടാൻ പറ്റും. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഈ ബോർഡർ അഴിച്ച് മാറ്റണം. ഈ സൈഡിലെ സ്റ്റിച്ചും നമുക്ക് ഇളക്കി മാറ്റാം. വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതേപോലെ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ബ്ലൗസ് ഇതുപോലെ ആക്കണം. ഇതേപോലെ ഫ്രണ്ടും ബാക്കും വേറെ വേറെ ആക്കി ഇടണം. അതിനുശേഷം നമുക്കിതിൽ ചുളിവുകൾ ഒത്തിരി ഉണ്ടായിരിക്കും. അതെല്ലാം അയൺ ചെയ്ത് നീറ്റാക്കണം. എന്നാലേ നമ്മളിതൊക്കെ ചെയ്ത് കഴിയുമ്പോഴും ബ്ലൗസ് നല്ല സൂപ്പറായിട്ടിരിക്കും. അടുത്തതായിട്ട് നമ്മൾ എത്ര ഇഞ്ച് ഇറക്കമാണ് നമുക്ക് വേണമെന്നതാണ് നോക്കുന്നത്. ഇപ്പോൾ ഈ ബ്ലൗസിനുള്ളത് 15 ഇഞ്ച് ഇറക്കമാണ്. അപ്പോൾ അത് പോരാ, നമുക്കൊരു 16 അല്ലെങ്കിൽ 16.5 1 ഇഞ്ച് 1.5 ഇഞ്ച് നമുക്ക് കൂട്ടാം. നമുക്ക് എത്ര വേണമെങ്കിലും കൂട്ടാൻ പറ്റും. ഇപ്പം നമുക്കിത് 16.5 1.5 ഇഞ്ചും കൂടെ കൂട്ടാൻ നോക്കാം. ഇനി ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ തച്ച് കഴിഞ്ഞൊരു ബ്ലൗസിലാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ചുളിവ് വരാൻ ഭയങ്കര സാധ്യതയാണ്. ഒന്നാമത് ഇത് വളരെ നൈസായിട്ടുള്ളൊരു മെറ്റീരിയലാണ്. അപ്പോൾ ചുളിവ് വരാതിരിക്കാൻ എന്ത് ചെയ്യണമെന്നാണ് നമ്മൾ അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത്. ഈ ഭാഗത്ത് കണ്ടോ, ഒത്തിരി ചുളുങ്ങി കിടക്കുന്ന, നമ്മൾ എത്ര അയൺ ചെയ്താലും മാറാത്തൊരു ചുളിവ് ഇവിടെ ഉണ്ട്. അപ്പോൾ അതേപോലെ നമ്മൾ ഇനി ചെയ്യുന്നിടത്ത് എങ്ങും വരരുത്. ഷോൾഡറിൽ നിന്ന് നമുക്ക് ബ്ലൗസിൻ്റെ ഇറക്കം എവിടെ വരെ ഉണ്ടോ അവിടെ വരെ നമ്മൾ മുകളിൽ നിന്ന് താഴേക്ക് സ്റ്റിച്ച് കൊടുക്കണം. പിന്നീട് അഴിച്ച് മാറ്റാൻ പറ്റുന്ന സ്റ്റിച്ച് അത് ഷോൾഡറിൽ നിന്നും 2 വശത്തെ ഷോൾഡറിലും കഴുത്തിൻ്റെ അവിടെ നിന്ന് ബാക്ക് നെക്കിൻ്റെ സെൻറ്ററിൽ നിന്ന് താഴേക്കും കൊടുക്കാം. ഇതുപോലെ നമുക്ക് അഴിച്ച് കളയാൻ ഈസി ആയിട്ടുള്ള സ്റ്റിച്ച് കൊടുക്കാം. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിൽ ചുളിവ് വരത്തില്ല. അത് ലൈനിങ്ങും മെയിൻ പീസായിട്ട് മാറിപ്പോകത്തില്ല. ഇനി ഇതുപോലൊരു പീസ് കട്ട് ചെയ്തെടുക്കണം. ഇതിൻ്റെ നീളം നമുക്ക് ഈ താഴ്ഭാഗത്ത് നമ്മുടെ വേസ്റ്റ് ഭാഗത്ത് ഇവിടെ എത്രയാണോ നീളമുള്ളത് അതാണ് ഇതിൻ്റെ നീളം. ഇതിൻ്റെ വീതി നമുക്ക് എത്ര ഇഞ്ച് ഇറക്കം വേണോ എന്നുള്ളതനുസരിച്ചാണ് ഇതിൻ്റെ വീതി കണക്കാക്കി എടുക്കേണ്ടത്. നമുക്കിപ്പം 1.5 ഇഞ്ചല്ലേ കൂടേണ്ടത്. അപ്പോൾ 1.5 ഇഞ്ചിൻ്റെ കൂടെ ഒരു 1.5 ഇഞ്ചും കൂടെ കൂട്ടുമ്പോൾ 3 ഇഞ്ച്, 3ഉം 3ഉം 6 ഇഞ്ച്. ഈ 6 ഇഞ്ചിൻ്റെ കൂടെ 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടെ കൂട്ടുമ്പോൾ 7 ഇഞ്ച്. ആ 7 ഇഞ്ചാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് 1 ഇഞ്ചാണ് കൂടേണ്ടതെങ്കിൽ 1 1 2 2 2 4 ഇഞ്ചിൻ്റെ കൂടെ 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടെ കൂട്ടുമ്പോൾ 5 ഇഞ്ച് പീസാണ് നമ്മളിവിടെ കട്ട് ചെയ്ത് എടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് എത്രയാണോ ഇറക്കം കൂടേണ്ടത് അതിനനുസരിച്ച് ഈ രീതിയിലാണ് നമ്മളുടെ തുണി അളന്നെടുക്കേണ്ടത്. ഇവിടെ നമുക്ക് 1.5 ഇഞ്ച് കൂടണം എന്നുള്ളത് കൊണ്ടാണ് 6 ഇഞ്ചും പ്ലസ് 1 ഇഞ്ച് 7 ഇഞ്ച് നമ്മൾ എടുത്തത്. ഒരു ഷീറ്റ് വെള്ള പേപ്പർ എടുത്തിട്ട് 2 ഇഞ്ച് വീതം അതിലൊന്ന് മാർക്ക് ചെയ്യണം. എല്ലാവർക്കും വരയ്ക്കാൻ പറ്റുന്ന ഈസി ഒരു ഷേപ്പ് ഒന്ന് വരയ്ക്കാനാണ്. പക്ഷേ അതിൻ്റെ അളവ് കറക്റ്റ് ആയിരിക്കാൻ വേണ്ടി ഇങ്ങനെ മാർക്ക് ചെയ്യുന്നതേ ഉള്ളൂ. ഇതിൽ നിന്നൊരു 3/4 ഇഞ്ച് മുകളിലോട്ടൊന്ന് മാർക്ക് ചെയ്യണം. എല്ലാ പോയിൻറ്റിലും വേണ്ട, ഒന്നിട വിട്ട് മാത്രം ഒരു 3/4 ഇഞ്ച് മുകളിലോട്ട്. നമുക്ക് ബ്ലൗസിൻ്റെ ഇറക്കം കൂട്ടാൻ വേണ്ടി ആയതുകൊണ്ട് ആ ഷേപ്പിൻ്റെ ലെങ്ത് എല്ലാ ഷേപ്പിലും കറക്റ്റ് ആയിരിക്കണം. ഇനി ഇതിനകത്ത് ഇതുപോലെ ഓടിച്ചൊരു ഷേപ്പ് അങ്ങ് വരച്ചാൽ മതി. ഇങ്ങനെയൊന്നും ചെയ്യാതെ തന്നെ ബ്ലൗസിൻ്റെ ഇറക്കം കൂട്ടാൻ പറ്റുന്നൊരു ഐഡിയ നമ്മൾ ഈ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട്. പക്ഷെ അതിനേക്കാളും ഭംഗി ഇതാണ്. ഇനി അത് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് നമ്മുടെ ബ്ലൗസിൻ്റെ ഏറ്റവും താഴെ ഒരു 1/4 ഇഞ്ച് ഗ്യാപ്പ് കൊടുത്ത് ഇത് വച്ച് ഈ ഒരു ഷേപ്പ് ഒന്ന് വരച്ചെടുക്കുന്നു. നന്നായിട്ട് കൃത്യമായിട്ട് വരയ്ക്കാൻ അറിയാമെങ്കിൽ ഈ ഡയറക്റ്റ് ബ്ലൗസിലങ്ങ് വരച്ചാൽ മതി. ഈ പേപ്പർ എടുക്കേണ്ട ആവശ്യമില്ല. പേപ്പർ ചെറുതല്ലേ, അതുകൊണ്ട് കുറച്ച് ഭാഗം വരച്ചിട്ട് പേപ്പർ നീക്കി വെച്ചിട്ട് ഈ താഴ്ഭാഗം മൊത്തം നമ്മൾ ഇതേ ഷേപ്പ് വരയ്ക്കണം. ഏറ്റവും താഴ്ഭാഗം 1/4 ഇഞ്ച് വിടാൻ മറക്കരുത്. അവിടെ നമ്മൾ വെട്ടി മാറ്റുന്നുണ്ട്. മുന്നേ തച്ച തയ്യൽ തുമ്പെല്ലാം നമ്മൾ വെട്ടി പോകും. അത് മൊത്തം വരച്ചിട്ട് അതേപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം. ഷേപ്പിൻ്റെ അളവിൽ വ്യത്യാസം വരാതെ എല്ലാം കൃത്യമായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഈ കട്ട് ചെയ്ത വക്കിൻ്റെ അകത്ത് നേരത്തെ തച്ചതിൻ്റെ തയ്യൽ തുമ്പിൻ്റെ ബാലൻസ് പീസുണ്ട്. അത് നമ്മൾ ഇളക്കി മാറ്റണം. ഇല്ലെങ്കിൽ നമ്മൾ ഷേപ്പ് തച്ച് തിരിച്ചിടുന്ന സമയത്ത് അത് അത്ര ഭംഗി കിട്ടത്തില്ല. ബാക്കിൽ മാത്രമായിട്ട് ഇറക്കം കൂട്ടാൻ നമുക്ക് പറ്റത്തില്ല. അപ്പോൾ ഫ്രണ്ട് പീസിനും കൂടിയേ പറ്റൂ. 1.5 ഇഞ്ചാണ് ബാക്കിന് കൂടുന്നത്. ഫ്രണ്ടിൽ പക്ഷേ 1.25 കൂടിയാൽ മതി. അപ്പോൾ 1.25 ഇഞ്ചാണ് നമുക്ക് ഈ സ്ഥലത്ത് കൂടേണ്ടത്. ഹൂക്കുപടി വരുന്ന സ്ഥലത്ത് അതിലും കുറച്ച് മതി.
അപ്പോൾ ഫ്രണ്ടിൽ വെച്ച് തയ്ക്കേണ്ട പീസ് ഏതളവിൽ കട്ട് ചെയ്യണമെന്ന് ഇവിടെ കാണിക്കാം. ഞാൻ ആ രീതിയിലല്ല തയ്ക്കുന്നത്, കുറേ കൂടെ ഒരു എളുപ്പ വഴിയാണ് കാണിക്കുന്നത്. സാധാരണ തയ്ക്കുന്ന പോലെ തച്ച് തിരിച്ചിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്യാം. ആവശ്യത്തിനുള്ള നീളത്തിൻ്റെ കൂടെ ഈ പട്ട മടക്കുന്നതിനും കൂടി അധികം കൊടുക്കാം. ഇനി വീതിക്ക് നമ്മൾ നേരത്തെ 1.25 വേണ്ടത്, അതിൻ്റെ കൂടെ തയ്യൽ തുമ്പും. അപ്പോൾ 2 ഇഞ്ച് കൊടുത്തങ്ങ് കട്ട് ചെയ്തെടുത്താൽ മതി. ഇതുപോലെ 2 വശത്തേക്കും ആവശ്യമുള്ളതിൻ്റെ കൂടെ തയ്യൽ തുമ്പും കൂടെ ചേർത്ത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. പ്രത്യേകം കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ വരച്ച് കാണിച്ചിട്ടേ ഉള്ളൂ. നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്നിടത്ത് ഒരു സ്റ്റിച്ച് കൊടുക്കണം. അതായത് ലൈനിങ്ങും മെയിൻ പീസും കൂടെ ചേർത്ത് ഒരു 1/4 ഇഞ്ച് തയ്യൽ തുമ്പിട്ട് ആ ഷേപ്പ് മൊത്തം തീരുന്നവരെ 1/4 ഇഞ്ച് തയ്യൽ തുമ്പിട്ട് ഒന്ന് തയ്ക്കാം. ഇനി ഈ തച്ചതിനകത്ത് വേറൊരു കോട്ടൺ പീസ് എടുത്ത് അതിൻ്റെ മുകളിൽ വെച്ച് ഇതേ ഷേപ്പിൽ തന്നെ നമുക്ക് തച്ച് പോവാം. നല്ല വശത്ത് ആയിരിക്കണം ഈ കോട്ടൺ പീസ് വെക്കേണ്ടത്. ഇങ്ങനെ മൊത്തം തച്ചെടുത്ത ശേഷം നമുക്ക് ആ തയ്യൽ തുമ്പ് 1/4 ഇഞ്ച് തയ്യൽ തുമ്പിട്ട് ബാക്കി ഭാഗം നമുക്കങ്ങ് വെട്ടി മാറ്റാം. അതിനുശേഷം ആ തയ്യൽ തുമ്പിൻ്റെ ആ കുഴികൾ പോലെ വരുന്ന ഭാഗത്ത് തയ്യൽ തുമ്പ് നമ്മൾ കട്ട് ചെയ്തിട്ട് കൊടുക്കണം. ഇത് തിരിച്ചിടുമ്പോൾ നല്ല ഫ്രീ ആയിട്ട് തിരിഞ്ഞ് വരാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ നേരത്തെ വരച്ച അതേ ഷേപ്പ് കിട്ടാനായിട്ട് ഇതിനെ തിരിച്ചിട്ടിട്ട് ഒന്ന് അയൺ ചെയ്തെടുത്താൽ മതി. ഇനി നമ്മളിത് പതിച്ചടിക്കണമെന്നൊന്നുമില്ല, ഇത് വെച്ചൊന്ന് അയൺ ചെയ്തെടുത്താൽ മതി. നല്ലൊരൊന്ന് പ്രസ് ചെയ്തെടുക്കുമ്പോൾ നല്ല ഷേപ്പിൽ കിട്ടും. ബാൻഡ് പീസിലോട്ട് വെച്ച് ചേർക്കാനുള്ള പീസേ ഞാൻ ഈ സാരിയിൽ നിന്ന് തന്നെ ഒരു പീസ് കട്ട് ചെയ്തെടുത്ത്, അതിൻ്റെ ഒരു വശം 10.5 ഒരു വശം 7 ഇഞ്ചുമാണ്. ഇത് നമുക്ക് 4 മടക്കി അങ്ങ് തയ്ക്കാൻ വേണ്ടി കുറച്ച് അധികം കട്ട് ചെയ്യുന്നതേ ഉള്ളൂ. ഞാൻ എടുത്ത പീസിൻ്റെ അളവാണ് ഈ പറയുന്നത്. ബാൻഡിൻ്റെ ഈ ഭാഗത്ത് വരുന്ന ആ കട്ടി ഭാഗം അത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ബാൻഡ് പീസിൽ നമ്മൾ വലുതാക്കാനായിട്ട് പീസ് ജോയിൻ ചെയ്യില്ലേ, അപ്പോൾ ഈ ഒരു കട്ടി ഇവിടെ ഒഴിവാക്കാനാണ് കട്ട് ചെയ്ത് മാറ്റിയത്. ഇപ്പം ബാൻഡ് പീസിൽ എക്സ്ട്രാ അറ്റാച്ച് ചെയ്യുന്നത് വേറെ രീതിയിലാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അപ്പോൾ അതിങ്ങനെയാണ്. നമ്മൾ കട്ട് ചെയ്ത് വെച്ച ആ ബ്ലൗസിൻ്റെ തന്നെ മെറ്റീരിയൽ ഇതുപോലെ 2ആയിട്ട് ആദ്യം മടക്കിയിട്ട് ഇതിൻ്റെ മധ്യഭാഗത്ത് ഈ ബ്ലൗസ് പീസിൻ്റെ ബാൻഡ് എടുത്ത് വയ്ക്കുകയാണ്. ബാലൻസ് പീസ് നമുക്ക് ഇങ്ങനെ മടക്കിയിട്ട് തയ്ക്കുന്നത് ഇതുപോലെയാണ്. ഇതുപോലെ ബാൻഡ് പീസ് വലുതാക്കാൻ ഇതാണ് നല്ലൊരു ഐഡിയ. നമുക്ക് അധികം കട്ടിയില്ലാത്ത മെറ്റീരിയലാണ് അവിടെ വരികയും ചെയ്യും, പട്ട വേറെ കൊടുക്കണ്ട. അപ്പോൾ ഇതുപോലെ ചെയ്യാം. ഇനി ഇവിടുന്ന് ഇങ്ങോട്ട് സ്റ്റിച്ച് ഇടുന്നത് വീഡിയോ മിസ്സായിപ്പോയി. നമ്മൾ അങ്ങോട്ട് തച്ച് പോയ അതേ വഴിക്ക് തന്നെ തിരിച്ച് വന്ന് തച്ച് കെട്ടിട്ട് നിർത്തി ഇത് തിരിച്ചിടുമ്പോൾ നമുക്ക് കട്ടിങ്ങിൻ്റെ ആ ബാൻഡിൻ്റെ ഭാഗം കറക്റ്റാവും. ഇനി ഇത് തിരിച്ചിടുമ്പോൾ നമുക്ക് നല്ല ലെവലിൽ തന്നെ കിട്ടും. അതിനുശേഷം നമുക്ക് ഈ താഴ്ഭാഗം കറക്റ്റ് അളവിന് മടക്കി കൊടുത്താൽ മതി. ബാക്ക് പീസിൻ്റെ വർക്കെല്ലാം കഴിഞ്ഞ ശേഷമാണ് നമുക്കിത് കറക്റ്റ് അളവിന് മടക്കി കൊടുക്കേണ്ടത്. ഇനി നമുക്ക് ബാക്ക് പീസിൽ നമ്മൾ ഇറക്കം കൂട്ടാനുള്ള ആ പീസ് എടുത്ത് ജോയിൻ ചെയ്യാം. നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് 7 ഇഞ്ചിൻ്റെ, അതിൽ അതേ അളവിലൊരു ലൈനിങ് പീസും കൂടെ കട്ട് ചെയ്തിട്ട് ഈ മെയിൻ പീസ് അകത്താക്കി ഇതുപോലെ മടക്കി സൈഡിൽ കൂടെ ഒരു സ്റ്റിച്ച് കൊടുക്കുക. എന്നിട്ട് ഇത് തിരിച്ചിട്ടെടുക്കാം. അപ്പോൾ തയ്യൽ തുമ്പ് അകത്താവും. ഇനി നമുക്ക് ഇത് അയൺ ചെയ്തെടുത്തിട്ട് നമ്മൾ ബാക്ക് പീസിൽ വെച്ച് തയ്ക്കാം. ഇനിയാണ് നമ്മൾ ഇത്രയും നേരം ചെയ്തതിൻ്റെ ഒരു ഭംഗി കാണാൻ പോകുന്നത്. ഒരു കാര്യം കൂടെ പറയട്ടെ, നമ്മൾ ഈ ജോയിൻ ചെയ്തതിൻ്റെ ആ ഒരു സ്റ്റിച്ച് വരുന്ന ഭാഗം ഇതിൻ്റെ ഏറ്റവും അടിഭാഗത്താണ് വരേണ്ടത്. ഇതുപോലെ. ഇനി നമുക്ക് വേറെ കളർ പീസ് വെച്ച് തയ്ച്ചാൽ എങ്ങനെയുണ്ടെന്ന് നോക്കാം. അതായത് നമ്മുടെ സാരി ഇതിപ്പോൾ ഒറ്റ കളർ സാരിയാണ്, പല പല കളേഴ്സ് വരുന്ന സാരിയാണ് നമുക്കിങ്ങനെ ചെയ്യേണ്ടതെങ്കിലാണ് ഏറ്റവും സൂപ്പറാവുന്നത്. അതിനു മുമ്പ് നമുക്കിതിൻ്റെ ഇറക്കം കറക്റ്റാണോ എന്ന് നോക്കണം. ഇപ്പം നോക്കുമ്പോൾ 15.5 ഉള്ളൂ, നമുക്ക് 16.5 കൂട്ടേണ്ടത്. അപ്പം ഇതിനെ കുറച്ച് താഴേക്കാകുമ്പോൾ 16.5 ആവും. ഇനി ആ സ്കാലപ്പ് പോലെ വരുന്ന ഭാഗത്ത് നമുക്കങ്ങ് സ്റ്റിച്ച് കൊടുത്താൽ മതി. അതിനു മുമ്പ് നമുക്ക് ഓരോരോ കളറായിട്ട് വെച്ച് നോക്കാം. നമ്മുടെ സാരിയിൽ പല പല കളറുണ്ടെങ്കിൽ അതിലേതെങ്കിലും കളറിലെ പീസ് ഡിസൈൻ ഉള്ളതാണെങ്കിൽ അതൊക്കെ ഇങ്ങനെ വെച്ച് നമ്മുടെ ബ്ലൗസ് സൂപ്പറാക്കിക്കൂടെ. ഇറക്കവും കൂട്ടാം, ഇങ്ങനെ പ്രിൻ്റൊക്കെ ഉള്ളതാണെങ്കിൽ അങ്ങനെ ചെയ്യാം, ഒറ്റ കളറാണെങ്കിൽ നമ്മൾ നേരത്തെ കാണിച്ച പോലെ ചെയ്യാം. ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കണം. നമ്മളിപ്പോൾ ലെങ്ത് കൂട്ടിയത് അങ്ങറ്റം തൊട്ട് ഇങ്ങറ്റം വരെ ഒരേ അളവിലല്ലേ കൂട്ടിയത്, എന്നാൽ അങ്ങറ്റവും ഇങ്ങറ്റവും മാത്രം നമുക്ക് ഇത്തിരി കുറയ്ക്കണം. ആ സ്ഥലത്ത് ഒരുപാട് കൂടണ്ട, 2 അറ്റത്തും. നേരത്തെ ഞാനതൊന്ന് പറഞ്ഞായിരുന്നു. അപ്പം ഈ സൈഡ് നമുക്ക് ഇത് വെച്ച് അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് ഈ 2 അറ്റത്തും കുറച്ചൊന്ന് കുറച്ച് കൊടുക്കണം. എന്നാലേ നമുക്ക് ബാക്ക് കാണാൻ നല്ല ഭംഗിയിലിരിക്കും. അല്ലെങ്കിൽ ബാക്കിൽ ഈ 2 സൈഡിൽ മാത്രം ഒരു ചുളുക്ക് വരും.
ഇനി ലാസ്റ്റായി നമുക്കിനി സൈഡ് ജോയിൻ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇതാ ബാക്കിനനുസരിച്ച് നമുക്ക് ഫ്രണ്ടിൽ ഒന്ന് മടക്കി കൊടുക്കണ്ടേ. ഇതാ ഇതുപോലെ ബാക്കിൽ കറക്റ്റ് ആവുന്ന രീതിക്ക് നമുക്ക് മടക്കി കൊടുക്കാം. ഇങ്ങനെ നമുക്ക് മടക്കിയെടുക്കാം. ക്ലിയർ ആവാത്തവർക്ക് ഒന്നുകൂടി കാണിക്കാം. ഇനി നമുക്ക് ഇത്രയൊന്നും ചെയ്യാതെ തന്നെ പെട്ടെന്ന് ഇറക്കം കൂട്ടുന്നത് പറയാം. അപ്പോൾ അതാ ഇത് സാരിയിൽ ഒത്തിരി ബോർഡർ ഉള്ളതാണ്. ഇതിൽ നിന്ന് ബോർഡർ കട്ട് ചെയ്ത് നമുക്ക് വയ്ക്കാൻ പറ്റും ഈ ബ്ലൗസിൽ. അപ്പോൾ ഇത്രയും ജോലി ചെയ്യാതെ തന്നെ നമുക്ക് ബ്ലൗസിൻ്റെ ഇറക്കം കൂട്ടാം. ബോർഡറുള്ള സാരി ആയിരിക്കണം. അതല്ലെങ്കിൽ ബോർഡർ നമുക്കിതിന് മാച്ചാവുന്ന ബോർഡർ വാങ്ങാൻ കിട്ടുമല്ലേ, അത് വാങ്ങിച്ചും നമുക്ക് ഈ വീഡിയോയിൽ പറയുന്ന പോലെ ബ്ലൗസിൻ്റെ ഇറക്കം ഈസി ആയിട്ട് കൂട്ടാൻ പറ്റും. അപ്പോൾ ഈ ബോർഡർ വയ്ക്കാനാണെങ്കിൽ നമ്മൾ ബ്ലൗസ് ഇതേപോലെ അഴിച്ച് ബാക്കൊന്ന് ഫ്രീ ആയി കിട്ടണം. ബാക്കും ഫ്രണ്ടിൻ്റെ 2 പീസും വലതുവശം ഇടതുവശം നമുക്ക് ഫ്രീ ആയി കിട്ടണം. അല്ലാതെ ഒറ്റ അടിക്ക് നമ്മൾ സാരി ഫോൾ വയ്ക്കുന്ന പോലെ ഒറ്റ അടിക്ക് ഒരു ഹൂക്ക് പടി തൊട്ട് മറ്റേ ഹൂക്ക് പടി വരെ നീളത്തി വെച്ച് ശരിയാവത്തില്ല. നമുക്ക് വണ്ണം കൂട്ടുക കുറയ്ക്കുകയോ ചെയ്യണമെങ്കിൽ ഇത് തടസ്സമാവും. അപ്പോൾ ഇതേപോലെ ബാക്ക് ഫ്രീ ആക്കിയ ശേഷം നമുക്ക് ബോർഡർ എടുത്തിട്ട് ബോർഡറിൻ്റെ അകത്ത് ഒരു ലൈനിങ് പീസ് വെച്ച് തയ്ക്കണം. എന്താ വെച്ചാൽ ഇതിന് ഒട്ടും കട്ടിയില്ല, ഇത് ചുരുണ്ട് പോവാം. ഇനി സെപ്പറേറ്റ് വാങ്ങുന്ന ലേസ് ആണെങ്കിൽ പോലും നമ്മൾ ഇതിൻ്റെ അകത്തൊരു പീസ് വെച്ച് തയ്ക്കണം. ബാക്കിന് എത്ര ലെങ്ത് ഉണ്ടോ അത്രയും നീളത്തിൽ നമ്മൾ ലേസ് കട്ട് ചെയ്തെടുത്ത് ഇതിൻ്റെ അകത്ത് ഈ ലൈനിങ് വെച്ച് തയ്ക്കണം. തയ്ച്ച ശേഷം നമുക്ക് ഈ ബാക്ക് പീസുമായിട്ട് ജോയിൻ ചെയ്ത് ഇറക്കം കൂട്ടാം നമുക്ക് ആവശ്യമുള്ള അത്രയും. ഇപ്പോൾ 3 ഇഞ്ചൊക്കെ കൂടണമെങ്കിൽ നമ്മൾ 2 പ്രാവശ്യം വയ്ക്കേണ്ടി വരും. 2 ലെയറായിട്ട് വെച്ച് എടുക്കേണ്ടി വരും. എന്നിട്ട് അതേപോലെ ഫ്രണ്ടിലും ഇതേപോലെ ബോർഡർ കൊടുത്തിട്ട് വേണം ഈ സൈഡ് നമുക്ക് ബാക്കും ഫ്രണ്ടും കൂടെ സൈഡ് ജോയിൻ ചെയ്തെടുക്കാൻ. അപ്പോൾ അത് കുറച്ചുകൂടി ഈസിയാണ്. പക്ഷെ നല്ല ഭംഗിയും കൂടുതൽ വെറൈറ്റി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതും നമ്മൾ ആദ്യം കാണിച്ച രീതിയിലാണ്. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.